ആത്മാബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം. 84 ലക്ഷം തരം ജീവജാലങ്ങൾ ഈ ഭൂമുഖത്തുണ്ട് എന്നാണ് പറയപ്പെടുന്ന കണക്ക്. അതിൽ ഒരിനം മാത്രമാണ് മർത്യൻ, മനുഷ്യൻ. എന്നാൽ മനുഷ്യ ശരീരത്തിൽ മറ്റു ശരീരങ്ങളെക്കാൾ എത്രയോ ഉത്കൃഷ്ടവും ദിവ്യവുമായ അവസ്ഥാവിശേഷങ്ങൾ നിക്ഷേപിക്കപ്പെട്ടിരിക്കുന്നു. സർവജീവജാലങ്ങളുടെയും ഹൃദയം മിടിക്കുന്നു, രക്തം എല്ലായിടത്തും എത്തിക്കുന്നു, അത് ശുദ്ധീകരിക്കുന്നു, ശരീരത്തെ നിലനിർത്തുന്നു, ശ്വസിക്കുന്നു, ശ്വാസകോശങ്ങൾ പ്രവർത്തിക്കുന്നു. ഇത്തരത്തിലുള്ള പ്രക്രിയകൾ എല്ലാ ശരീരത്തിലുമുണ്ട്. എന്നാൽ മനുഷ്യന് മാത്രമുള്ള വിശേഷം എന്താണ്? സ്വന്തം സ്വരൂപത്തെ തിരിച്ചറിയാനും താൻ എവിടെ നിന്നാണോ വന്നത് അവിടേക്ക് എത്തിച്ചേരാനും മനുഷ്യന് മാത്രമേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ്, കാരണം അതിനു പറ്റിയ ശക്തിവിശേഷങ്ങളും ഉപകരണവുമാണ് മർത്യൻ്റെ ശരീരത്തിൽ ഈശ്വരൻ നിക്ഷേപിച്ചിരിക്കുന്നത്. അപാരമായ ശക്തിയുടെ ഉറവിടമാണ് ഓരോ മർത്യദേഹവും. അതിനാൽ ഈ മർത്യദേഹത്തിൽ ഇരുന്നു കൊണ്ട് ഈ സത്യം ബോധിക്കുകയാണ് നാം ഓരോരുത്തരും ചെയ്യേണ്ടത്. മറ്റു ദേഹങ്ങളാലാവാത്തതു നേടേണ്ട യത്നമാം അറിവുള്ളവർ ചെയ്യേണ്ട അതേ മർത്യൻ്റെ ലക്ഷണം. മർത്യൻ്റെ ലക്ഷണം എന്താണെന്നാ പറയുന്നത്? മറ്റു ദേഹങ്ങളാൽ ആവാത്തതു നേടേണ്ട യത്നമാം. മറ്റു ശരീരം കൊണ്ട് നേടാൻ കഴിയാത്ത പലതും നേടാൻ ഈ മർത്യദേഹം കൊണ്ട് സാധിക്കും. അത് നേടാനുള്ള യത്നമാണ് മനുഷ്യർ ചെയ്യേണ്ടത്, അറിവുള്ള മനുഷ്യർ ചെയ്യേണ്ടത്. അതാണ് അത് നേടേണ്ട യത്നമാം. ഈ മർത്യദേഹം കൊണ്ട് നേടേണ്ടതായ ആ പരിശ്രമമാണ് ഒരു മനുഷ്യൻ്റെ ലക്ഷണം. അല്ലെങ്കിൽ മൃഗങ്ങളും മനുഷ്യരും തന്നെ തമ്മിൽ ഒരു ഭേദവുമില്ല. എന്നാൽ മനുഷ്യരെ മൃഗങ്ങളിൽ നിന്നും വേർതിരിക്കുന്നത് ആ പരമസത്യത്തെ അറിയാൻ മർത്യദേഹത്തിൽ ഇരിക്കുന്ന ജീവന് സാധിക്കും. അത് ദേഹമെടുത്തപ്പോൾ ജീവനായി പരിണമിക്കുകയും ജീവനായി ഈ ദേഹത്തിൽ ഇരുന്നു കൊണ്ട് അതിന് ഈശ്വരനായി തീരാനും സാധിക്കുന്നതാണ്. മറ്റൊരു ദേഹത്തിലിരുന്നും അത് സാധിക്കുകയില്ല. ഒരു പൂച്ചയ്ക്ക് പൂച്ചയായി ജനിച്ച് പൂച്ചയായി ജീവിച്ച് പൂച്ചയായി തന്നെ അത് മരിക്കുന്നു. എന്നാൽ മനുഷ്യനായി ജനിച്ച് മനുഷ്യനായി ജീവിക്കുമ്പോൾ ദേവനായി ദേവത്വത്തിൽ നിന്നും ഈശ്വരത്വത്തിലേക്ക് ഉയരാൻ മർത്യന് മാത്രമേ കഴിയൂ. ആ മർത്യ അവസ്ഥയിൽ നിന്നും ഈശ്വരത്വത്തിലേക്ക് ഉയരാൻ ചിലപ്പോൾ പല ശരീരങ്ങൾ താണ്ടേണ്ടതായി വരും. അപ്പം ആ ശരീരങ്ങളിൽ ഇരുന്നു കൊണ്ടെല്ലാം നമ്മൾ കൂടുതൽ 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 ഉയർന്ന അവസ്ഥയിലേക്ക് നീങ്ങുകയാണ് ചെയ്യേണ്ടത്. പതനത്തിനുള്ള കർമ്മങ്ങൾ ആയിരിക്കരുത് നാം ചെയ്യുന്നത്. അതുകൊണ്ട് പറയുന്നു, മറ്റു ദേഹങ്ങളാലാവാത്തതു നേടേണ്ട യത്നമാം അറിവുള്ളവർ ചെയ്യേണ്ട അതേ മർത്യൻ്റെ ലക്ഷണം. മനുഷ്യൻ്റെ ലക്ഷണം അതാണ്. ആ ലക്ഷണം നമ്മളിൽ കാണിച്ചില്ലെങ്കിൽ നമ്മൾ മൃഗങ്ങളും നമ്മളും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല. അതുകൊണ്ട് നാം ഉത്കൃഷ്ടമായ അവസ്ഥയിലേക്ക് എത്തിച്ചേരാൻ പരിശ്രമിക്കുകയാണ് വേണ്ടത്.